ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ നോക്കാം. ഇത് ഒത്തിരി ഇൻഫർമേഷൻ ഇതിലുണ്ട്, പക്ഷെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ ഡിക്ലെയർഡ് ഇൻ ഓഗസ്റ്റ് 1987. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കൂ. നാഷണൽ പോളിസി ഓൺ ചൈൽഡ് ലേബർ എന്നാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? ഓഗസ്റ്റ് 1987. And it contains the action plan for tackling the problem of child labor. ചൈൽഡ് ലേബർ എന്നൊരു സോഷ്യൽ പ്രോബ്ലത്തിനെ എന്ത് ചെയ്യുക, ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നുണ്ട് ആക്ഷൻ പ്ലാൻ, ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ പ്ലാൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതെന്താണ് ആ ഒരു ലെജിസ്ലേറ്റീവ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. 1986 ആദ്യമായിട്ട് ഒരു ചൈൽഡ് ലേബർ ആക്ട് വരുന്നു. അതിനെ മുഴുവനായിട്ട് പറയുമ്പോൾ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്നാണ്. അപ്പോൾ ആ ഒരു ആക്റ്റിൽ പ്രൊഹിബിഷൻ എന്ന വാക്ക് മാത്രമല്ല, റെഗുലേഷൻ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം നമുക്കവിടെ അറിയാമല്ലോ എന്തൊക്കെയോ റെഗുലേഷൻസ് കൂടി വരുന്നുണ്ട്. ഫുള്ളി പ്രൊഹിബിഷൻ എന്നുള്ളൊരർത്ഥവും അവിടെ പറയാൻ പറ്റില്ല. കാര്യം എന്തൊക്കെയോ രീതിയിൽ കുറേ റെഗുലേഷൻസ് പിന്നും ആ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. ഈ ഒരു നിയമത്തിന് പിന്നെ അഡോളസെൻറ്റ് എന്നുള്ളൊരു രീതിക്ക് പറയുന്നുണ്ട്. അതായത് ചൈൽഡ് ലേബർ ആൻഡ് അഡോളസെൻറ്റ് പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നുണ്ട്. ഇതുകൂടാതെ ഇതിൻ്റെ അമെൻമെൻറ്റും ഉണ്ട്, നമ്മളതും പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആക്ട് 1986 എന്താണ് പറയുന്നത്? ടു പ്രൊഹിബിറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് ടു റെഗുലേറ്റ് ദ കണ്ടീഷൻസ് ഓഫ് വർക്ക് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ അതർ എംപ്ലോയ്മെൻറ്റ്സ്. അതല്ലേ, അപ്പം റെഗുലേഷനും പറയുന്നുണ്ട്. ചിൽഡ്രനെ സർട്ടൻ ആയിട്ടുള്ള എൻഗേജ്മെൻറ്റ്സിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റ് ചില എംപ്ലോയ്മെൻറ്റുകളിലെ വർക്കിംഗ് കണ്ടീഷൻസിന് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത പോയിന്റിൽ എന്താണ് പറയുന്നത്? ഫോക്കസിങ് ആൻഡ് കൺവേർജൻസ് ഓഫ് ജനറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഫോർ ബെനിഫിറ്റിംഗ് ചിൽഡ്രൻ വെയർ എവർ പോസിബിൾ. എ കോർ ഗ്രൂപ്പ് ഓൺ കൺവേർജൻസ് ഓഫ് വേരിയസ് വെൽഫെയർ സ്കീംസ് ഓഫ് ദ ഗവൺമെൻറ് ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ടു എൻഷ്യൂർ ദാറ്റ് ദ ഫാമിലീസ് ഓഫ് ദ ചൈൽഡ് ലേബർ ആർ ഗിവൺ പ്രയോറിറ്റി ഫോർ ദെയർ അപ്ലിഫ്റ്റ്മെൻറ്റ്. അപ്പം പല സാഹചര്യങ്ങൾ കൊണ്ടിട്ടായിരിക്കും നമുക്കിങ്ങനെ ചൈൽഡ് ലേബർ എന്നൊരു സംഗതി ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ആ ഒരു കാരണത്തിൽ ഒന്ന് ആണ് ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. എക്കണോമിക്കലി വളരെ ബാക്ക്വേർഡായിട്ടുള്ള ഫാമിലീസ്, അതുപോലെ പോവർട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ചൈൽഡ് ലേബർ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഫാമിലീസിനും ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇതെങ്ങനെയാണ് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് എൻഷുർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ഏരിയയിൽ പറയുന്നത്, രണ്ടാമത്തെ ഒരു പോയിന്റിൽ വരുന്നത്. മൂന്നാമത് എന്താണ്? പ്രോജക്റ്റ് ബേസ്ഡ് ആക്ഷൻ പ്ലാൻ ഓഫ് ആക്ഷൻ for launching of projects for the welfare of working children in areas of high concentration of child labor. അപ്പം പ്രോജക്റ്റ് ബേസ്ഡ് ആക്ഷൻ പ്ലാൻ അല്ലേ, വിവിധ തരത്തിലുള്ള പ്രോജക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ട്? ഈ വർക്കിംഗ് ചിൽഡ്രൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില ഏരിയസൊക്കെ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ലേബർ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഏരിയാസിൽ പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവിടെ വളരെയധികം ഈ കുട്ടികൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അടുത്തതായിട്ട് എന്താണ്? ലെജിസ്ലേറ്റീവ് പോളിസി അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ ഇറാഡിക്കേഷൻ ഓഫ് ചൈൽഡ് ലേബർ ഫോളോയിങ് സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ. എന്തൊക്കെ സ്റ്റെപ്പുകളാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. കുറേ ആർട്ടിക്കിൾസിൻ്റെയൊക്കെ കാര്യം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കാണുക. Prevention. Child Labor Prohibition and Regulation Act 1986 prohibits employment of children below the age of 14 years in 18 occupations and 65 processes. അപ്പോൾ ഈ ഒരു ആക്ട് വന്ന സമയത്ത് ഇങ്ങനെയാണ് അതിൽ പറഞ്ഞിരുന്നത്. 18 ഓക്കുപ്പേഷൻസിൽ നിന്നും 65 പ്രോസസ്സുകളിൽ നിന്നും ബിലോ ഏജ് ഓഫ് 14 ഇയേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ പ്രൊഹിബിറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ ദ ഓണേഴ്സ് ഓഫ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ലൈസ് വിത്ത് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് എൻവിസേജ്ഡ് ഇൻ സെക്ഷൻ 2 ഓഫ് ദ ആക്ട്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണ്? സെക്ഷൻ 2 ഓഫ് ദ ആക്റ്റിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയുന്നതാണ്. ദ യൂണിയൻ ഓഫ് ഇന്ത്യ മോണിറ്റേഴ്സ് ദ എൻഫോഴ്സ്മെൻറ്റ് ഫ്രം ടൈം ടു ടൈം. സ്പെഷ്യൽ ഡ്രൈവ്സ് ഓൺ എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് അവെയർനെസ് ജനറേഷൻ ആർ ഓൾസോ ലോഞ്ച്ഡ് ഫ്രം ടൈം ടു ടൈം. എന്തൊക്കെയാണ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പോളിസി എന്നാണ് പറയുന്നത്. ഇതൊന്നും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്തതായിട്ട് പറയുന്നുണ്ട്, ഡ്യൂറിങ് ദ ഇൻസ്പെക്ഷൻസ് ആൻഡ് റെയ്ഡ്സ് കണ്ടക്റ്റഡ് അണ്ടർ CLPRA ചൈൽഡ് ലേബർ ആർ ഐഡൻറ്റിഫൈഡ്, റെസ്ക്യൂഡ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് മെഷേഴ്സ് ആർ സെറ്റ് ഫോർത്ത്
in motion by way of repatriation in case of migrant child labor and providing bridge education with ultimate objective of mainstreaming them into the formal system of education. അപ്പം നമ്മൾ ഈ പോയിന്റ് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്തിരുന്നു. കാര്യം റീഹാബിലിറ്റേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ചൈൽഡ് ലേബർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ്. സോറി, ഇടയ്ക്കൊരു ഡിസ്ട്രാക്ഷൻ വന്നു. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ചൈൽഡ് ലേബർ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്താണ്, അവരെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളതാണ്. റെസ്ക്യൂ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അവരെ ആ ഒരു ഫോർമൽ രീതിക്ക് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമോ, ഒരു ഫോർമൽ മെയിൻ സ്ട്രീം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് നടക്കാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് റീഹാബിലിറ്റേറ്റീവ് മെഷേഴ്സൊക്കെ തുടങ്ങിയതിന് ശേഷം അവിടെ ഒരു ബ്രിഡ്ജ് എഡ്യൂക്കേഷനൊക്കെ, അതൊരു സ്പെഷ്യൽ സ്കൂൾ പോലെയൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ മെയിൻ സ്ട്രീം ഫോർമൽ എഡ്യൂക്കേഷനിലോട്ട് കൊണ്ടുവരിക. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം ദ കൺവേർജൻ സ്ട്രാറ്റജി ഓഫ് മിനിസ്ട്രി ഓഫ് ലേബർ ഫോർ ഇറാഡിക്കേഷൻ ഓഫ് ചൈൽഡ് ലേബർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനെ ഒന്ന് എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. A core group on convergence of various welfare schemes of the government has been constituted in the Ministry of Labour and Employment to ensure that families of the child labour are given priority for their upliftment. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഡ്യൂട്ടി ആർക്കാണുള്ളത്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? പ്രയോറിറ്റി ഫോർ ദെയർ അപ്ലിഫ്റ്റ്മെൻറ്റ്, കുട്ടികളുടെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. കുട്ടികളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൻലി കുട്ടികളുടെ ഫാമിലിയാണ് ഇവർ പറയുന്നത്. ഓക്കെ, കൺസിഡറിങ് പോവർട്ടി ആൻഡ് ഇല്ലിറ്ററസി ആർ ദ റൂട്ട് കോസ് ഫോർ ചൈൽഡ് ലേബർ, government is following educational rehabilitation of the children has to be supplemented with economic rehabilitation of their families so that they are not compelled by the economic circumstances to send their children to work. Ministry is taking various proactive measures towards between schemes of different ministries like. അപ്പോൾ മെയിനായിട്ട് നമ്മളൊരു മിനിസ്ട്രി പറഞ്ഞു, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻ്റ് ആണ് എന്ത് എൻഷുർ ചെയ്യുന്നത്? ഈ ചൈൽഡ് ലേബർ അനുഭവിക്കുന്ന കുട്ടികളുടെ ഫാമിലീസിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അവിടെ കൺസിഡർ ചെയ്യുന്ന എന്താണ്? പോവർട്ടിയും ഇല്ലിറ്ററസിയും ആണ് ഏറ്റവും കൂടുതൽ ഈ ചൈൽഡ് ലേബർ ഉണ്ടാകാനുള്ള കാരണമായിട്ട് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ റീഹാബിലിറ്റേഷൻ എന്തായാലും കൊടുക്കണം, അതുപോലെ തന്നെ ഒരു എക്കണോമിക് റീഹാബിലിറ്റേഷനും വേണം. ആർക്കാണ്? ഈ കുട്ടികളുടെ ഫാമിലിക്ക്. കാരണം ഫാമിലി ആണല്ലോ അവരെ ഈ ഒരു രീതിയിലോട്ട് നയിക്കുന്നത്. എക്കണോമിക് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഫാമിലീസ് ഇവരെ കമ്പൽ ചെയ്യില്ല വർക്കിനായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്കണോമിക്കലി റീഹാബിലിറ്റേഷനിലൂടെയും ഈ ചൈൽഡ് ലേബർ എന്നുള്ളൊരു കാര്യത്തിന് ഒരു തടയിടാൻ പറ്റും. മിനിസ്ട്രി ഈസ് ടേക്കിംഗ് വേരിയസ് പ്രോആക്റ്റീവ് മെഷേഴ്സ് ടുവേർഡ്സ് ബിറ്റ്വീൻ സ്കീംസ് ഓഫ് ഡിഫറെൻറ്റ് മിനിസ്ട്രീസ്. അപ്പം ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴോട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിൽ ഈ ഒരു പോയിന്റ് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. എന്താണ്? മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലേ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ് മെയിൻലി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സപ്ലിമെൻറ്റിംഗ് ദ എഫേർട്സ് ഓഫ് ദിസ് മിനിസ്ട്രി ഇൻ പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ഷെൽട്ടർ to the children withdrawn from work through their schemes of shelter homes. ഇപ്പോൾ ഷെൽട്ടർ ഹോംസ് എന്താണെന്നൊക്കെ നമുക്കറിയാം അല്ലേ. നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പറഞ്ഞപ്പോഴും അവിടെയും നമ്മൾ ഷെൽട്ടർ ഹോമുകളുടെ കാര്യം പറഞ്ഞു. ഏകദേശം സെയിം കാര്യം തന്നെയാണ് ഷെൽട്ടർ ഹോമിൻ്റെ ഇവിടെയും പറയാനുള്ളത്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ കണ്ടെത്തുകയാണ്, ഇതുപോലെ ഷെൽട്ടർ ആവശ്യമുള്ള കുട്ടികളെ കൊണ്ടുവരികയാണ്. അവരെ വർക്കിൽ നിന്നും പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന് എവിടെ പാർപ്പിക്കുന്നു? ഈ ഷെൽട്ടർ ഹോമിലാണ് പാർപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്? ഏത് മിനിസ്ട്രിയാണ് നോക്കുന്നത്? മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആണ്. അടുത്തതായിട്ട് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫോർ പ്രൊവൈഡിങ് മിഡ് ഡേ മീൽ ടു ദ NCLP സ്കൂൾ ചിൽഡ്രൻ, ടീച്ചേഴ്സ് ട്രെയിനിങ്, സപ്ലൈ ഓഫ് ബുക്സ് എക്സെട്ര അണ്ടർ സർവ ശിക്ഷ അഭിയാൻ ആൻഡ് മെയിൻ സ്ട്രീമിംഗ് ഓഫ് NCLP ചിൽഡ്രൻ ഇൻ ടു ദ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പം ഇവർ മാത്രമല്ല, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടല്ലേ. അവരെന്താ മിഡ് ഡേ മീൽ പ്രോഗ്രാം, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ട്രെയിനിങ്, സപ്ലൈ ഓഫ് ബുക്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സപ്ലൈ ഓഫ് ബുക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് സർവശിക്ഷ അഭിയാന കീഴിലും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക.
ഇത് കൂടാതെ എന്താണ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അർബൻ ഹൗസിംഗ്, പോവർട്ടി എലിവേഷൻ, പഞ്ചായത്ത് രാജ് ഫോർ കവറിംഗ് ദീസ് ചിൽഡ്രൻ under their various income and employment generation scheme for their economic rehabilitation. ഇവരും എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ്, അർബൻ ഹൗസിംഗ്, അതുപോലെ പോവർട്ടി എലിവേഷൻ, പഞ്ചായത്ത് രാജ്, ഈ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഇതിനോടൊപ്പം ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഇൻ ഈച്ച് സ്റ്റേറ്റ് വൺ ഓഫീസർ ഫ്രം ദ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ ഹാസ് ബീൻ നോമിനേറ്റഡ് ആസ് ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റ് ടു ആക്ട് ആസ് ലിങ്ക് ഓഫീസർ ഫോർ കോർഡിനേറ്റിംഗ് വിത്ത് മിനിസ്ട്രി ഓഫ് HRD ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഫോർ പ്രിവെൻഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഓഫ് ചിൽഡ്രൻ. അപ്പം ഓരോ സ്റ്റേറ്റിലും ഒരു ഓഫീസർ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് യൂണിറ്റിൻ്റെ എന്താണ് കോർഡിനേറ്റിംഗ് ഓഫീസറായിട്ട്, ഒരു ലിങ്ക് ഓഫീസറായിട്ട് ആക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതാരായിരിക്കും? CBE ആണ് നോഡൽ ആൻറ്റി ട്രാഫിക്കിംഗ് ഏജൻസി ആയിട്ട് പറയുന്നത്. ഓക്കെ, ഒരു ഓഫീസർ ലിങ്ക് ഓഫീസറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ഫോർ കോർഡിനേറ്റിംഗ് വിത്ത് ദ മിനിസ്ട്രി ഓഫ് HRD ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഫോർ പ്രിവെൻഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഓഫ് ചിൽഡ്രൻ. ഈ ഒരു ഓഫീസറിനെ നോമിനേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലേബർ എന്നാണ് എന്ത് ചെയ്യുന്നത്, നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് കൺവർജൻസ് വിത്ത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ഫോർ ജനറേറ്റിംഗ് അവയർനെസ് ആൻഡ് റെസ്ട്രിക്റ്റിംഗ് ട്രാഫിക്കിംഗ് ഓഫ് ചിൽഡ്രൻ. അപ്പം ചിൽഡ്രൻ ട്രാഫിക്കിംഗ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാനും അവയർനെസ് കൊണ്ടുവരാനായിട്ടും മിനിസ്ട്രി ഓഫ് റെയിൽവേസിനുമായിട്ടും ഇവർ ബാക്കിയുള്ള മിനിസ്ട്രീസും വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ മിനിസ്ട്രീസും ഒത്തൊരുമിച്ച് നിന്നിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത്. Further, ministry is implementing a pilot project converging against child labor support for India's model in collaboration with International Labour Organization SRO Delhi, funded by US Department of Labor, with the objective to contribute to the prevention and elimination of hazardous child labor, including trafficking and migration of children for labor. The project is covering 2 districts, each in Bihar, Jharkhand, Gujarat, Madhya Pradesh and Orissa for duration of 42 months. ഇത് പ്രോജക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ വരുന്നത് ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നാഷണൽ ചൈൽഡ് ലേബർ പ്രോജക്റ്റ് സ്കീം. ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതാണ് ആ റീഹാബിലിറ്റേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അത് ഈ ഒരു പ്രോജക്റ്റ് സ്കീം വഴിയാണ്. 266 ചൈൽഡ് ലേബർ എൻഡമിക് ഡിസ്ട്രിക്റ്റുകളിൽ 20 സ്റ്റേറ്റിലായിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. പ്രസൻ്റ്ലി അബൌട്ട് 7,311 സ്പെഷ്യൽ സ്കൂൾസ് ആർ ഓപ്പൺ എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സ്കീം വഴി 8.95 lakh ചിൽഡ്രൻ ആണ് ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് വന്നിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഈ ഒരു സ്കീം പിന്നെ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് മെയിനായിട്ട് പഠിക്കുക. 1988. എന്തിനാണെന്ന് നമുക്കറിയാലോ, റീഹാബിലിറ്റ് ചൈൽഡ് ലേബർ ആണ്. നാഷണൽ ചൈൽഡ് ലേബർ പോളിസിയുടെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത്. പിന്നെന്താ, സ്കീം സീക്സ് ടു അഡോപ്റ്റ് എ സീക്വൻഷ്യൽ അപ്രോച്ച് വിത്ത് ഫോക്കസ് ഓൺ റീഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ വർക്കിംഗ് ഇൻ ഹസാർഡസ് ഒക്കുപ്പേഷൻസ് ആൻഡ് പ്രോസസ്സസ് ഇൻ ദി ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അണ്ടർ ദ സ്കീം, after a survey of child labor engaged in hazardous occupations and processes has been conducted, children are to be withdrawn from these occupations and processes and then put into special schools in order to enable them to be mainstreamed into formal schooling system. ഇതും നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഈ ഒരു സ്കീം വഴി എന്ത് ചെയ്യുന്നു, ഒരു സർവേ അല്ലേ, ഈ ഒരു സ്കീം വഴി ഒരു സർവേ നടത്തുന്നുണ്ട്. ഹസാർഡസ് ഒക്കുപ്പേഷനിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ സർവേയാണ് നടത്തുന്നത്. അത് നടത്തി കഴിയുമ്പോഴത്തേക്കും ഉള്ള കുട്ടികളെ അതിൽ നിന്നും വിഡ്രോ ചെയ്ത് കൊണ്ടുവന്ന് സ്പെഷ്യൽ സ്കൂൾസിൽ, നമ്മൾ പറഞ്ഞല്ലോ, ഒരു ബ്രിഡ്ജ് കോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ മെയിൻ സ്ട്രീം ഫോർമൽ സ്കൂളിങ്ങിലോട്ട് കൊണ്ടുവരാറുള്ളൂ. അത് ഇത്രയാണ് പറയുന്നത്. Government had initiated the National Child Labour Project scheme in 1988 to rehabilitate working children in 12 child labour endemic districts of the country. Objective of the scheme, major central sector scheme ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബാക്കി കാര്യങ്ങൾ, ഈ പോയിൻറ്റ്സ് എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് തന്നെയാണ്. പിന്നെ സ്പെഷ്യൽ സ്കൂൾസ് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്,
നോൺ ഫോമൽ അല്ലെങ്കിൽ ബ്രിഡ്ജ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൽഡ് ഓർ വൊക്കേഷണൽ ട്രെയിനിങ്, മിഡ് ഡേ മീൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റൈഫൻ അറ്റ് എന്താണ് ₹150 പെർ ചൈൽഡ് പെർ മന്ത്. അപ്പം പെർ മന്തിന് ഒരു കുട്ടിക്ക് 150 രൂപ വെച്ചിട്ടുള്ള സ്റ്റൈഫൻ്റാണ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ത്രൂ എ ഡോക്ടർ അപ്പോയിൻറ്റഡ് ഫോർ എ ഗ്രൂപ്പ് ഓഫ് 20 സ്കൂൾസ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്പെഷ്യൽ സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ടാർഗറ്റ് ഗ്രൂപ്പ് നമുക്കറിയാലോ, കുട്ടികളാണ്. Those children will then form the target group for the project society. Of the children identified, those in the age group 5 to 8 years will have to be mainstreamed directly to formal education system through the SSA. Working children in the age group 9 to 14 years will have to be rehabilitated through NCLP schools established by the project society. അപ്പം ഏതൊക്കെ ഏജ് ഗ്രൂപ്പാണെന്ന് ടാർഗറ്റ് ഗ്രൂപ്പിനെ ഒന്ന് ജസ്റ്റ് നോക്കി വച്ചേക്കുക. പിന്നെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, ഈ ഒരു എൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു രജിസ്ട്രേർഡ് സൊസൈറ്റി വഴിയാണ്. ഓക്കെ, ത്രൂ എ രജിസ്ട്രേർഡ് സൊസൈറ്റി അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഓഫ് ദ ഡിസ്ട്രിക്റ്റ് ആയിരിക്കാം. നെയിംലി ആരാണ്? ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ കളക്ടർ. ഓക്കെ, ദെൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് ദ ഡിസ്ട്രിക്റ്റ്, ഇവരൊക്കെ ആയിരിക്കാം. Members of the society may be drawn from concerned government departments, representatives of Panchayat Raj institutions, NGOs, trade unions, etc. ഇതൊക്കെ ആയിരിക്കാം മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫണ്ടിങ് പാറ്റേൺ ഒക്കെ പറയുന്നുണ്ട്. ദ പ്രോജക്ട്സ് ഹാവ് ബീൻ ടേക്കൺ അപ്പ് ഇൻ ദ സെൻട്രൽ സെക്ടർ. എൻ്റർ ഫണ്ടിങ് ഈസ് ഡൺ ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, അപ്പം ഫണ്ടിങ്ങിൻ്റെ കാര്യം എങ്ങനെയാണ്? ഈ ഒരു പ്രോജക്റ്റിൻ്റെ എൻ്റർ ഫണ്ടിങ്ങും സെൻട്രൽ ഗവൺമെൻറ് ആണ്. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആണ്. Funds are released to the concerned project societies depending upon the progress of project activities. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യം. ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് നോക്കി വെച്ചേക്കുക.